ഈ വരുന്ന മാർച്ചിൽ നടക്കാൻ പോകുന്ന SSLC എക്സാമിൻ്റെ എല്ലാ വിഷയങ്ങളിലെയും ചാപ്റ്റർ വൈസ് വെയിറ്റേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വിശദമായി നോക്കാം. ആദ്യം മാത്സാണ്. മാത്സിൽ നമ്മൾ ഈ സെക്ഷൻ എന്നുള്ളത് അത് നോക്കണ്ട. നമ്മൾ അറിയേണ്ടത് പാഠങ്ങളാണ്, ചാപ്റ്റേഴ്സാണ്, അധ്യായങ്ങളാണ്. ആദ്യത്തേത് സമാന്തര ശ്രേണിയിൽ നിന്ന് 7 മാർക്ക്, സാധ്യതകളുടെ ഗണിതത്തിൽ നിന്ന് 5 മാർക്ക്, സ്ഥിതിവിവരക്കണക്കിൽ നിന്ന് 6, സൂചക സംഖ്യകളിൽ നിന്ന് 5, അരിത്മെറ്റിക് സീക്വൻസിൽ നിന്ന് 7, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസിൽ നിന്ന് 5 മാർക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിന് 6, കോർഡിനേറ്റ്സിന് 5. പക്ഷേ ഇതല്ല ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ പല പാഠങ്ങൾക്കും ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനും മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസിനും സാധ്യതകളുടെ ഗണിതത്തിനും സ്ഥിതിവിവരക്കണക്കിനും കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ഒന്നുമില്ലെങ്കിലും സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസിന് കണക്റ്റഡ് ആയിട്ട് 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര ഉണ്ട്. സമാന്തര ശ്രേണിയും ബീജഗണിതവും ഉണ്ട്. അതുപോലെ സൂചക സംഖ്യകൾക്ക് കണ്ടിന്യൂഷനായിട്ട്, കോർഡിനേറ്റ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ജോമെട്രി ആൻഡ് ആൾജിബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതവും ഉണ്ട്. അവർ കണക്ട് ചെയ്ത് വരുമ്പോൾ എത്ര മാർക്ക് വരുന്നു എന്ന് നമ്മൾക്കറിയണം. കാരണം ചോദ്യങ്ങൾ രണ്ടും കണക്റ്റഡ് ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണാം, ജ്യാമിതിയും ബീജഗണിതം എന്നുള്ള പാഠത്തിൽ നിന്ന് 8 മാർക്കുണ്ട് ജോമെട്രി ആൻഡ് ആൾജിബ്രയിൽ നിന്ന്. അപ്പോൾ 2 ചാപ്റ്റേഴ്സിനും കൂടി കണക്ട് ചെയ്താൽ 13 മാർക്കായി. അപ്പോൾ നമ്മുടെ A+ കിട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്ട്രെങ്ത് അതിനുണ്ട്. അതുപോലെ തന്നെ സമാന്തര ശ്രേണിയും ബീജഗണിതവും അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്രയിൽ നിന്ന് 8 മാർക്കുണ്ട്. അപ്പോൾ 1ാമത്തെ പാഠത്തിൽ നിന്ന് 7ഉം 3ാമത്തെ പാഠത്തിൽ നിന്ന് 8ഉം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 15 മാർക്ക്. A+ മാത്രമല്ല A ഗ്രേഡിനെ വരെ സ്വാധീനിക്കാനുള്ള കഴിവ് ഈ 2 ചാപ്റ്റേഴ്സിനുണ്ടെന്ന് ചുരുക്കം. അതുപോലെ അടുത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാകൃതി സമവാക്യം. ഇവിടെ കാണാം, അതിൽ നിന്ന് ആകെ 4 മാർക്കിനെ ചോദ്യമുള്ളൂ. ഈ അവസാന കോളം അതിൻ്റെ പേഴ്സൻറ്റേജ് ആട്ടോ, 80ൽ എത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അവസാനത്തിൻ്റെ തൊട്ടുമ്പത്തെ കോളാണ് നോക്കേണ്ടത്. അത് പ്രകാരം 4 മാർക്കേ ഈ പാഠത്തിൽ നിന്നുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതിൻ്റെ ഒരു തുടർച്ച എന്നോളം വരുന്നൊരു പാഠമാണ് ബഹുപദങ്ങളും സമവാക്യങ്ങളും അഥവാ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്. അതിൽ നിന്നും 4 മാർക്കുണ്ട്. അപ്പോൾ 2ൽ നിന്നും കൂടി 8 മാർക്കുണ്ട്. ഞാനെപ്പോഴും പറയലുണ്ട്, ഈ 2 പാഠങ്ങളിലെ ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ പല ചോദ്യങ്ങളും തിരിച്ചറിയാൻ കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു ആൻസറിൻ്റെ പകുതിയൊക്കെ എത്തിയാലാണ് ഇത് 5ാം പാഠമാണോ 9ാം പാഠമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ഒരു 2 പാഠങ്ങളാവുകൊണ്ട് അത് രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻസ് പഠിക്കണം. പിന്നെ അടുത്ത 3 പാഠങ്ങൾ ഇതേപോലെ കണക്റ്റഡ് എന്ന് പറയാൻ, മുഴുവൻ അർത്ഥത്തിൽ പറയില്ലെങ്കിലും കണക്റ്റഡ് എന്ന് പറയാൻ പറ്റിയ 3 പാഠങ്ങളാണ് സർക്കിൾസ് ആൻഡ് ലൈൻസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, ടാൻജൻസ്. വൃത്തങ്ങളും വരകളും, വൃത്തങ്ങളും കോണുകളും, തൊടുവരകളും. ഓക്കെ, അപ്പോൾ ഈ 3 പാഠങ്ങളിൽ നിന്നും കൂടി നോക്കൂ എത്ര മാർക്കിനുണ്ട്. 7ഉം 7ഉം 5ഉം. അപ്പോൾ 19 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ A+നെയും A ഗ്രേഡിനെയും വരെ സ്വാധീനിക്കാൻ മാത്രം പവർഫുള്ളാണ് ഈ 3 ചാപ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കുക അവിടുന്ന്. അവസാനമായി ട്രിഗണോമെട്രിയും സോളിഡ്സും, ത്രികോണമിതിയും ഘനരൂപങ്ങളും. ത്രികോണമിതിയിൽ നിന്ന് 8 മാർക്കിനും സോളിഡ്സിൽ നിന്ന് 6 മാർക്കിനുമാണ് വരുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാഠങ്ങൾ ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, 1, 3 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. 5, 9 അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട പാഠങ്ങളാണ് 2, 8, 10. അതുപോലെ അടുത്ത സെക്ഷനിൽ ഒരുമിച്ച് പഠിക്കേണ്ട 2 പാഠങ്ങളാണ് 7, 11. അപ്പോൾ ഈ പാഠങ്ങളുടെയൊക്കെ റിവിഷൻ ക്ലാസ്സസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഓരോന്നും അതിൻ്റെ ഓർഡറിൽ, പഠിക്കേണ്ട ഓർഡറിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതുപോലെ എല്ലാ വിഷയങ്ങളുടെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി നോക്കാം.